ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഫോണുമായി നോക്കിയ നിർമ്മാതാക്കളായ HMD കീപാഡ് ഇല്ലാത്ത ടച്ച് സ്ക്രീനുമായി എത്തുന്ന ടച്ച് 4G വെറും 3999 രൂപയ്ക്ക് ലഭിക്കും. നോക്കിയ ബ്രാൻഡഡ് ഫീച്ചർ ഫോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയായ HMD ഇന്ത്യയിൽ ഹൈബ്രിഡ് ഫോൺ പുറത്തിറക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഫോണാണിതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ടച്ച് 4G എന്ന പേരിലാണ് പുതിയ ഫോൺ വിപണിയിൽ അവതരിപ്പിച്ചത്. സ്മാർട്ട് ഫോണിന്റെ കണക്ടിവിറ്റി, ഫീച്ചർ ഫോണിന്റെ താങ്ങാനാവുന്ന വിലയും ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് അനുയോജ്യമായ ഫോണായാണ് ഇത് അവതരിപ്പിച്ചത്. 10 വർഷം മുമ്പ് പുറത്തിറക്കിയ നോക്കിയ ആശ ഫോണുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപം. 3.2 ഇഞ്ച് ടച്ച് സ്ക്രീനും വീഡിയോ കോളുകൾക്കായി ഫ്രണ്ട് ക്യാമറയും ചെറിയ പാക്കേജിൽ ഹോട്ട്സ്പോട്ടുമുള്ള വൈഫൈ പിന്തുണയും ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ ഈ ഫോണിനുണ്ട്. ഈ ഹൈബ്രിഡ് ടച്ച് ഫോണിന്റെ മുകളിൽ ഒരു കിക്ക് കോൾ ബട്ടൺ ഉണ്ട്. അത് ഉപഭോക്താക്കളെ വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കും. ക്രിക്കറ്റ് ഫലങ്ങൾ, വാർത്തകൾ, കാലാവസ്ഥ, മറ്റ് ക്ലൗഡ് ഫോൺ സേവനങ്ങൾ, ആൻഡ്രോയിഡ്, iOS ഉപകരണങ്ങളിലെ മറ്റ് എക്സ്പ്രസ് ചാറ്റ് ഉപയോക്താക്കൾക്കുമായി ടെക്സ്റ്റിംഗ്, വീഡിയോ കോളിംഗ് എന്നിവയ്ക്കായി എക്സ്പ്രസ് ചാറ്റ് ആപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഫീച്ചറുകളും ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നു. ടൈപ്പ് C ചാർജിങ്ങിനോട് നീക്കം ചെയ്യാവുന്ന 1950 mAh ബാറ്ററിയാണ് ഫോണിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഒറ്റ ചാർജിൽ 30 മണിക്കൂർ വരെ ഈ ഫോൺ പ്രവർത്തിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫോൺ വാങ്ങാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നൂതന സവിശേഷതകളും പ്രീമിയം ലുക്കുമായി ടൊയോട്ട ഫോർച്യൂണർ ലീഡർ എഡിഷൻ വിപണിയിലെത്തി. മോഡലിന്റെ ബുക്കിംഗ് ഉടൻ ആരംഭിക്കും. ഫോർച്യൂണർ ലീഡർ എഡിഷന്റെ 2025 പതിപ്പ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച് ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സ്. ഇതിനു മുൻപ് 2024-ലും ബ്രാൻഡ് ഈ ജനപ്രിയ SUV-യുടെ ലീഡർ എഡിഷൻ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ 2025-ലും അതേ മാതൃക കമ്പനി പിന്തുടരുകയാണ്. പേൾ വൈറ്റ്, ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക്, സിൽവർ, സുപ്പീരിയർ വൈറ്റ് എന്നീ 4 കളർ ഓപ്ഷനുകളിലാണ് ഈ വാഹനം വരുന്നത്. യാതൊരു മെക്കാനിക്കൽ മാറ്റങ്ങളുമില്ലാതെ കാഴ്ചയിൽ കൂടുതൽ മിഴിവേകുന്ന മാറ്റങ്ങളാണ് ഈ പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സ്റ്റീരിയറിൽ നിന്ന് തുടങ്ങിയാൽ 2025 ടൊയോട്ട ഫോർച്യൂണർ ലീഡർ എഡിഷൻ സാധാരണ മോഡലിലെ ഗ്രില്ലിന് പകരം പുതിയ ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം കാഴ്ചയിലെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രണ്ട്, റിയർ ബമ്പർ സ്പോയിലറുകളും ക്രോം ഗാർണിഷിംഗ് ബ്രാൻഡ് ചേർത്തിട്ടുണ്ട്. ഗ്ലോസ് ബ്ലാക്ക് അലോവീലുകളുടെ സാന്നിധ്യം വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിന് കൂടുതൽ ലുക്ക് നൽകുന്നു. ലീഡർ എഡിഷന്റെ ഇന്റീരിയർ ഒരു സ്പോർട്ടി അനുഭവം നൽകുന്നതായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നാണ് ടൊയോട്ട പറയുന്നത്. പുതിയ ബ്ലാക്ക് ആൻഡ് മെറൂൺ ഡ്യുവൽ ടോൺ സീറ്റുകളിലും ഡോർ ട്രിമുകളിലും ഇത് കാണാൻ സാധിക്കും. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അതേസമയം ലീഡർ എഡിഷനിൽ 4x4 സിസ്റ്റം ലഭ്യമല്ല. പകരം റിയർ വീൽ ഡ്രൈവ് കോൺഫിഗറേഷനാണ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ പുതിയ നീക്കവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിജിറ്റൽ പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് RBI. ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ ഒരു ഓൺലൈൻ പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പുകൾ ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ പൂർത്തിയാകാൻ മുമ്പ് AI സഹായത്തോടെ ഈ പ്ലാറ്റ്ഫോം റിപ്പോർട്ട് ചെയ്യും. രാജ്യത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഫിൻടെക് ആവാസ വ്യവസ്ഥയുടെ സുരക്ഷയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്ലാറ്റ്ഫോം എന്നും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. വഞ്ചനാപരമായ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ ഉടനടി തിരിച്ചറിയാനും ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാനും സഹായിക്കുന്ന പേയ്മെന്റ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. AI അധിഷ്ഠിതമായാണ് ഈ RBI രൂപകൽപ്പന റിപ്പോർട്ട് ചെയ്യുന്നത്. മുതിർന്ന പൗരന്മാർ, പരിമിതമായ ഡിജിറ്റൽ സാക്ഷരതയുള്ള വ്യക്തികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇത് രൂപകൽപ്പന ചെയ്യണമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഫിൻടെക് സ്ഥാപനങ്ങളോട് പറഞ്ഞു. അടുത്ത തലമുറ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ AIയെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.